ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും കണ്ടത് വെറും ട്രെയിലർ മാത്രമാണെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ തകർത്ത ഭീകരവാദ ശൃംഖല പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാനെന്നും അദ്ദേഹം ആരോപിച്ചു. പാകിസ്ഥാൻ ലഭിക്കുന്ന പണം മുഴുവൻ ഭീകരപ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനത്തിനായി വിനിയോഗിക്കുമെന്നതിൽ പാകിസ്ഥാന് അനുവദിച്ച ധനസഹായം കൈമാറുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്നും അന്താരാഷ്ട്ര നാണയനിധിയോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. ഫുജ് വ്യോമത്താവളത്തിൽ വ്യോമസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. മുർദ്കയിലെയും ഭവൽപൂരിലെയും ലഷ്കർ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും താവളങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ധനസഹായം പാക് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ലഭിക്കുന്ന പണം ഇതിനായി വിനിയോഗിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാകിസ്ഥാന് നൽകുന്ന എല്ലാ ധനസഹായവും ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാന് ഇപ്പോൾ പ്രൊബേഷൻ അനുവദിച്ചിരിക്കുകയാണെന്നും നല്ല നടപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ പാകിസ്ഥാന് തന്നെയാണ് നല്ലതെന്നും അല്ലാത്ത പക്ഷം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള കടുത്ത ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നും ശരിയായ സമയം വരുമ്പോൾ മുഴുവൻ ചിത്രവും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളിൽ നിന്ന് നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത 14 കോടി രൂപ ഐക്യരാഷ്ട്രസഭ പോലും ഭീകരനെന്ന് മുദ്രകുത്തിയ മസൂദ് അസ്ഹറിനായി ചെലവിടാനാണ് പാക് പദ്ധതിയെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. മുർദ്കയിലേക്ക് പാക് മന്ത്രി റാണ തൻവീർ ഹുസൈൻ സന്ദർശനം നടത്തുകയും ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ തകർന്ന പ്രദേശം സർക്കാർ ചെലവിൽ പുനർനിർമ്മിക്കുമെന്നും പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്നാഥ് സിംഗിന്റെ ഈ പരാമർശം. 1965-ലും 1971-ലും പാകിസ്ഥാനെതിരെ നേടിയ വിജയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഫുജിന് ഇത്തവണത്തെ വിജയത്തിലും പങ്കുചേരാനായതും ഫുജ് സന്ദർശിക്കാനായതിൽ താനേറെ അഭിമാനിക്കുന്നതായും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യോമസേനയെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയതിൽ വ്യോമസേനയ്ക്ക് പ്രധാനമായ പങ്കുണ്ട്. പാക് ഭീകരതയെ തരിപ്പണമാക്കാൻ വെറും 23 മിനിറ്റ് മാത്രമേ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായി വന്നുള്ളൂ. പാകിസ്ഥാൻ പോലും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ കരുത്തിനെ അംഗീകരിച്ചു. രാത്രിയുടെ അന്ധകാരത്തിൽ പകലിന്റെ പ്രകാശം പരത്താൻ ബ്രഹ്മോസിനായതായും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു.